പ്രചാരണ ചൂടിൽ നിലമ്പൂർ. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പോത്തുകളിലെ പര്യടനം അല്പസമയത്തിനകം ആരംഭിക്കും. അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ് പര്യടനം ഉദ്ഘാടനം ചെയ്യുന്നത്. UDF കൺവെൻഷനിൽ നിന്ന് വിട്ടുനിന്നതിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് സംഭവിച്ചുവെന്നാണ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ വിശദീകരണം. ഇനിയുള്ള എല്ലാ പരിപാടികളിലും പങ്കെടുക്കുമെന്നും അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. നിലമ്പൂരിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. അതിന് ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി അതിനുള്ള വളരെ ശക്തമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. അത് തുടക്കം മുതൽ തന്നെ മറ്റു പരിപാടികൾ നേരത്തെ ഉള്ളതുകൊണ്ട് വരാത്ത, അല്ലാതെ വേറെ ഒരു അതിൻ്റെ പിന്നിൽ മറ്റു പലരും പറയുന്ന പോലുള്ള യാതൊരു സംഭവമില്ല. വോട്ടർമാരെ നേരിൽ കണ്ട് പരമാവധി വോട്ടുറപ്പിക്കുകയാണ് LDF സ്ഥാനാർത്ഥി M. സുരാജ്. പ്രചരണത്തിനായി മുഖ്യമന്ത്രി വീണ്ടും നിലമ്പൂരിലെത്തും. LDF UDF മുന്നണികളുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് PV അൻവറിന്റെ നീക്കം. ക്രൈസ്തവ വോട്ടുറപ്പിക്കാൻ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് സന്ദർശനം നടത്തുകയാണ് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും. വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പയുണ്ട്, അർജുൻ കല്യാട്, സാനിയോ മനോമി, ദീപക് മലയമ്മ എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം നമ്മൾ അഷ്കർ അലിയിലേക്ക് പോകുന്നു. ഗുഡ് മോർണിംഗ് അഷ്കർ അലി. വൺസ് അഗെയിൻ അബ്ബാസ് അലി തങ്ങളുടെ പ്രതികരണം നമ്മളിപ്പോൾ പ്രേക്ഷകരെ കേൾപ്പിച്ചു. ചെറിയ പ്രതികരണമായിരുന്നെങ്കിലും കാര്യങ്ങൾ വ്യക്തമാണ്. നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് സ്ഥിരീകരിക്കുകയാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്, അത് സാധാരണമല്ലേ എന്നാണ് അബ്ബാസ് അലി തങ്ങൾ പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഡാമേജ് കൺട്രോൾ ചെയ്യാൻ UDF നേതൃത്വം ഇടപെട്ടു. ഇന്ന് പോത്തുകല്ലിലെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അബ്ബാസ് അലി തങ്ങളാണ്. ലീഗും കോൺഗ്രസും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു വെക്കുകയാണ് CPM. ഇനി ഇത്തരം വിവാദങ്ങൾക്ക് ഇട കൊടുക്കാതിരിക്കാനുള്ള ജാഗ്രതയാണോ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? അഷ്കർ അലി കരിമ്പ. ഗുഡ് മോർണിംഗ്. ഇന്നലെ ഉണ്ടായ വിവാദം തികച്ചും അനാവശ്യമായി വിളിച്ചു വരുത്തിയ ഒരു വിവാദമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ലീഗ് നേതൃത്വത്തിൻ്റെയും UDF നേതൃത്വത്തിൻ്റെയും ഒക്കെ തന്നെ വിലയിരുത്തൽ. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതിന് ഉത്തരവാദിത്തപ്പെട്ട ചില നേതാക്കൾക്കെതിരെ മുതിർന്ന നേതാക്കൾ വലിയ വിമർശനം ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ പരസ്യമായി തന്നെ ശാസിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചു എന്നാണ് പാർട്ടി നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നത്. കാരണം പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന UDF കൺവെൻഷനിലേക്ക് ഒരു മുതിർന്ന നേതാവ് അല്ലെങ്കിൽ പാർട്ടി നേതാവ് ഔദ്യോഗികമായി ക്ഷണിക്കുന്നത് ഇന്നലെ രാവിലെ 10 മണിക്ക് ശേഷമാണ്. പക്ഷേ അപ്പോഴേക്കും നേരത്തെ നിശ്ചയിച്ച പരിപാടികൾക്ക് വേണ്ടി അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ വീട്ടിൽ നിന്നും പുറപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആ പരിപാടിയിലേക്ക് അബ്ബാസ് അലി തങ്ങൾ എത്തുന്ന സാഹചര്യം ഉണ്ടായില്ല. മാത്രമല്ല മുതിർന്ന നേതാക്കൾ ആരെങ്കിലും ഔദ്യോഗികമായി ക്ഷണിക്കുകയോ നേരത്തെ ഈ പരിപാടിയെക്കുറിച്ച് അറിയിക്കാനോ ഒന്നും തന്നെ തയ്യാറായിരുന്നു. അതിൽ ആ ക്ഷണിക്കുന്നതിലുണ്ടായ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അതിലുണ്ടായ വീഴ്ച തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞത്. പക്ഷേ അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് വലിയതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇന്നലെ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും എത്താതിരുന്നതോടെ യഥാർത്ഥത്തിൽ ആ വേദിയിലേക്ക് എത്തേണ്ടിയിരുന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളായിരുന്നു. അദ്ദേഹം ഹജ്ജ് കർമ്മത്തിനായി വിദേശത്ത് പോയതിനാൽ അതിലെ പകരക്കാരൻ എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗിലെ പാണക്കാട് കുടുംബത്തിലെ പ്രധാനി സഹോദരൻ കൂടിയായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ അധ്യക്ഷൻ പാണക്കാട് അബ്ബാസ് അലി തങ്ങളാണ്. പക്ഷേ അബ്ബാസ് അലി തങ്ങളെ ക്ഷണിക്കുന്നതിലുണ്ടായ വീഴ്ച, അല്ലെങ്കിൽ അതിലുണ്ടായ ചെറിയ ബുദ്ധിമുട്ടുകൾ, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അബ്ബാസ് അലി തങ്ങൾ തന്നെ സ്ഥിരീകരിച്ചതുപോലെ സാധാരണമായി സംഭവിക്കാറുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ആ ഗ്യാപ്പ് സംഭവിച്ചതോടെ തന്നെ പാണക്കാട് കുടുംബത്തിൽ നിന്നും ആരുമില്ലാത്ത ഒരു UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയായി ഇന്നലെ നിലമ്പൂരിലെ കൺവെൻഷൻ വേദി മാറി എന്നുള്ളതാണ്. അത് സമീപകാല UDFിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ അങ്ങനെ ഒരു UDFിൻ്റെ യോഗം ചരിത്രത്തിൽ തന്നെ നടന്നിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഉദ്ഘാടന കൺവെൻഷനിൽ പാണക്കാട് കുടുംബത്തിൽ നിന്നും ആരുമില്ലാതെ നിലമ്പൂരിലെ കൺവെൻഷൻ നടക്കേണ്ട സാഹചര്യം ഉണ്ടായത്. അതേസമയം മുസ്ലിം ലീഗിലെ എല്ലാ മുതിർന്ന നേതാക്കളും വേദിയിൽ അണിനിരന്നിരുന്നു. UDFിൻ്റെ മുതിർന്ന നേതാക്കളുണ്ടായത്. പക്ഷേ അവിടെ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടത് പാണക്കാട് കുടുംബത്തിൻ്റെ സാന്നിധ്യമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടുകൂടിയാണ് ഇന്നലെ വാർത്ത വരുന്നു. തൊട്ട് പിന്നാലെ തന്നെ ലീഗ് നേതൃത്വം ഇടപെടുന്നു, UDF നേതൃത്വം ഇടപെടുന്നു. ഇന്നലെ തന്നെ നേരത്തെ നിശ്ചയിച്ചിരുന്ന ആര്യാടൻ ഷൗക്കത്തിൻ്റെ റോഡ് ഷോ ആണ് ഇന്ന് പോത്തുകല്ല് പഞ്ചായത്തിൽ നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഉദ്ഘാടകനായി ഉടൻ തന്നെ അബ്ബാസ് അലി തങ്ങളെ നിശ്ചയിക്കുകയും തങ്ങളെ ഔദ്യോഗികമായി തന്നെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഉടൻ തന്നെ അബ്ബാസ് അലി തങ്ങൾ ഇന്നിപ്പോൾ ആ വേദിയിലേക്ക് പോകുന്ന വഴിയാണ് നമ്മളോട് സംസാരിച്ചത്. അബ്ബാസ് അലി തങ്ങൾ പറഞ്ഞ 3 കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, ഇന്നലെ സംഭവിച്ചത് അങ്ങനെ വിട്ടു നിന്നു എന്നുള്ള രീതിയിലല്ല, മറിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് സംഭവിച്ചതാണ്. സാധാരണ സംഭവിക്കാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. അഥവാ നമ്മൾ കൊടുത്ത വാർത്തയിലെ കാര്യത്തെ അബ്ബാസ് അലി തങ്ങൾ സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഇനി വരുന്ന ആര്യാടൻ ഷൗക്കത്തിൻ്റെയൊക്കെ UDFിൻ്റെയൊക്കെ എല്ലാ പ്രചാരണങ്ങളിലും സജീവമായി ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി അബ്ബാസ് അലി തങ്ങൾ നൽകുന്നു. അതിനോടൊപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്ത് ഉയർന്ന ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ വിജയിക്കുമെന്നാണ് ഇപ്പോൾ അബ്ബാസ് അലി തങ്ങൾ തന്നെ റിപ്പോർട്ടറിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അരുൺ. താങ്ക് യു. അഷ്കർ അലി കരിമ്പയാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത്. അബ്ബാസ് അലി തങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നു, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ്.
അർജുൻ കല്യാട് നമുക്കൊപ്പമുണ്ട്. ഷൗക്കത്തിന്റെ പര്യടനം ആരംഭിക്കുന്നത് ഇന്ന് പോത്തുകല്ലിൽ നിന്നാണ്. മുണ്ടേരിയിൽ നിന്ന് പ്രചരണ പരിപാടി ആരംഭിക്കുന്നതിനെ കുറിച്ച് നേരത്തെ DCC പ്രസിഡന്റും സംസാരിച്ചിരുന്നു. അർജുൻ കല്യാട്, ഗുഡ് മോർണിംഗ്. ആര്യാടൻ ഷൗക്കത്തിന്റെ ആദ്യ പര്യടനം എപ്പോഴാണ് ആരംഭിക്കുക? എവിടെ നിന്നാണ്? അബ്ബാസ് അലി തങ്ങളാണോ ഉദ്ഘാടനം ചെയ്യുന്നത്? അതോ അതിനു മുൻപ് മുണ്ടേരി അടക്കം മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ ഇന്ന് പര്യടന പരിപാടി ഉണ്ടോ? അരുൺ, UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചരണ പരിപാടി, അതായത് പൊതുപര്യടനം ആരംഭിക്കുന്നത് പോത്തുകല്ലിലുള്ള മുണ്ടേരിയിൽ നിന്നാണ്. അതിന്റെ ഉദ്ഘാടന പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ അബ്ബാസ് അലി തങ്ങളും അല്പസമയത്തിനകം തന്നെ ഈ ഉദ്ഘാടനം നടക്കുന്ന വേദിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അബ്ബാസ് അലി തങ്ങൾ അല്പസമയത്തിനകം എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുമുണ്ട്. എന്തായാലും നേരത്തെ ഉണ്ടായിട്ടുള്ള, അതായത് ഈ തങ്ങൾ കുടുംബത്തിൽ, പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള ആരും തന്നെ UDFന്റെ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടില്ല തുടങ്ങിയിട്ടുള്ള, അത് വലിയ രീതിയിൽ UDFനെ ആക്രമിക്കാൻ വേണ്ടി ഇടതു ക്യാമ്പുകൾ, കഴിഞ്ഞ ദിവസം CPMന്റെ നേതാക്കൾ പോലും അത്തരത്തിൽ നേതാക്കൾ ഈ UDF കൺവെൻഷനിൽ നിന്ന് വിട്ടുനിന്നത് UDFനകത്തുള്ള ചില പ്രശ്നങ്ങൾ കാരണമാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അബ്ബാസ് അലി തങ്ങൾ തന്നെ ഈ പര്യടന പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി ഇവിടത്തേക്ക് എത്തുന്നു എന്നത് അത് UDF നൽകുന്നത് വ്യക്തമായ സന്ദേശമാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ, അതായത് UDFനകത്ത് മുസ്ലിം ലീഗ് എന്നോ കോൺഗ്രസ് എന്നോ മറ്റ് ഘടകകക്ഷി പാർട്ടികളെന്നോ വ്യത്യാസമില്ലാത്ത രീതിയിലുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അബ്ബാസ് അലി തങ്ങൾ തന്നെ ഈ പര്യടന പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി ഇവിടത്തേക്ക് എത്തിച്ചേരുന്നത്. അല്പസമയത്തിനും തന്നെ പൊതുപര്യടനം ആരംഭിക്കും. ഇപ്പോൾ UDFന്റെ മറ്റു നേതാക്കൾ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പോത്തുകൽ പഞ്ചായത്തിലാണ് ഇന്നത്തെ ഉച്ചവരെയുള്ള പര്യടനം നടക്കുക. സ്ഥാനാർത്ഥി വിവിധ മേഖലകൾ, വിവിധ പഞ്ചായത്തുകൾ, അത് ഏറ്റവും സാധാരണപ്പെട്ട ജനങ്ങളോട് സംവദിച്ചുകൊണ്ടുള്ള ഒരു പര്യടന പരിപാടി എന്ന രീതിയിലാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പോത്തുകൽ പഞ്ചായത്തിന് കഴിഞ്ഞ പ്രളയങ്ങളിലും വെള്ളപ്പൊക്കങ്ങളിലുമൊക്കെ വലിയ ദുരിതം അനുഭവിക്കേണ്ടി വന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചിട്ടുള്ള DCC പ്രസിഡന്റ് ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്, അങ്ങനെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ കെടുകാര്യസ്ഥതയുടെ അടയാളമായി മാറിയ പിണറായി വിജയൻ സർക്കാരിനെതിരുള്ള ഒരു പ്രചരണം എന്ന രീതിയിൽ തന്നെയാണ് പോത്തുകല്ലിൽ നിന്നും ഈ പര്യടന പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള UDFന്റെ തീരുമാനത്തിനുമില്ല. അങ്ങനെ ജനങ്ങളെ വഞ്ചിച്ചിട്ടുള്ള പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായിരിക്കും നിലമ്പൂരിലുണ്ടാവുക. അതിൻ്റെ തുടക്കം, ആ പൊതുപര്യടനത്തിൻ്റെ തുടക്കം ഉണ്ടാവുന്നത് പോത്തുകല്ലിൽ നിന്നാവണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ നിന്നും പര്യടനം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചതെന്നുള്ളതാണ് DSO ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അബ്ബാസ് അലി തങ്ങൾ അല്പസമയത്തിനകം തന്നെ ഈ പര്യടനത്തിന് ഉദ്ഘാടനത്തിനായി ഇവിടത്തേക്ക് എത്തിച്ചേരും. സ്ഥാനാർത്ഥിയും അല്പസമയത്തിനകം, അതായത് സ്ഥാനാർത്ഥി സ്ഥലത്തെത്തിയിട്ടുണ്ട്, പക്ഷേ ഇവിടെ തൊട്ടടുത്ത് ഒരാളെ കാണുന്നതിന് വേണ്ടി അവിടെ പോയിട്ടാണുള്ളത്. അവിടെ നിന്ന് തിരിച്ച് ഈ ഉദ്ഘാടനം നടക്കുന്ന ഈ വേദിയിലേക്ക് എത്തുകയും ചെയ്യും. ഡോക്ടർ അരുൺ. ഓക്കെ, തുടരാം. നമുക്ക് അല്പസമയത്തുള്ള ആര്യാടൻ ഷൗക്കത്തും അബ്ബാസ് അലി തങ്ങളും മുണ്ടേരിയിലെത്തി ഇന്നത്തെ പര്യടന പരിപാടികൾക്ക് തുടക്കം കുറിക്കും. LDFന്റെ പ്രചരണ